ആദ്യത്തെ 3 ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തത് മെഡീവൽ പീരീഡ്, റിവർ സൈഡ് സിറ്റീസ്, മോണുമെന്റ്സ് ഇൻ ഡൽഹി. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ്, കാരണം നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി എന്ന് പറയുന്ന കൺസെപ്റ്റ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഓണ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അതുപോലെ സ്റ്റെപ്സ് എക്സാമിനും ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ചോദ്യം മനസ്സിലാക്കുക. ആദ്യമേ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൽഹി എങ്ങനെയാണ് അധികാര കേന്ദ്രമായത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി? ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തെല്ലാം? ഇതാണ് ഉത്തരം. ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാം. ആദ്യമേ നിങ്ങളുടെ വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീട് ഇവിടെ വെച്ചത്? നമ്മുടെ വീട്, അപ്പൊ നമ്മൾ അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കാൻ പോകും, നമ്മളൊരു പുതിയ വീട് വയ്ക്കാൻ പോകുന്നു. വീട് വയ്ക്കാൻ പോകുമ്പോൾ എവിടെയെങ്കിലും ആണോ വയ്ക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ആ കാര്യങ്ങൾ നോക്കുക. അപ്പൊ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, നെയ്ബർഹുഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അത് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ ഇവിടെ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം, ഇന്നും ഡൽഹി നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പ്രദേശമാണ്. അപ്പം ഈ ഡൽഹി എങ്ങനെയാണ് 8ാം നൂറ്റാണ്ടിൽ തന്നെ അധികാര കേന്ദ്രമായത്? ഇന്ത്യയിലെ ബാക്കിയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഡൽഹിക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ നോക്കുക. ചിത്രത്തിൽ 3 പദങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. 1 ആരവല്ലി പർവ്വതം, 2 യമുന നദി, 3 സിന്ധു ഗംഗാ സമതലം. ഈ 3 കൺസെപ്റ്റുകളാണ് വേണ്ടുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പദങ്ങൾ പഠിക്കുക. ആരവല്ലി പർവ്വതം, യമുന നദി, സിന്ധു ഗംഗാ സമതലം. ഇനി ഇവ ഓരോന്നും നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തെല്ലാമാണ്? സിന്ധു ഗംഗാ സമതലം എന്ന് പറയുന്ന ആദ്യ ഒരു പോയിന്റ് നമ്മൾ കാണാതെ പഠിച്ചു. സിന്ധു ഗംഗാ സമതലം സമതലമാണ്, അതായത് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ്, നിരപ്പായ പ്രദേശമാണ് സമതലം. അപ്പോൾ ഈ പ്രദേശത്തൂടെ ഇൻഡസ് നദി, ഗംഗാ നദി ഇവയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രദേശത്തിന്റെ ഫലഭൂയിഷ്ഠത, സിന്ധു ഗംഗാ സമതലത്തിന്റെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് അനുകൂലമായിരുന്നു. അപ്പോ കൃഷി ചെയ്യാൻ അനുകൂലമായ പ്രദേശമാണ്, നല്ല വിളവ് ലഭിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? ഇതിനെ അടിസ്ഥാനമാക്കി ജീവിതം കെട്ടിപ്പടുക്കും. അപ്പോൾ സിന്ധു ഗംഗാ സമതലം, കാർഷിക പുരോഗതി എന്ന് പറയുന്ന പോയിന്റ് ആലോചിച്ച് വെച്ചേക്കുക. രണ്ടാമത്തെ വാക്ക് നമ്മൾ കണ്ടത് ആരവല്ലി പർവ്വത നിരകളാണ്. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. ഈ പർവ്വതം എന്തിനെ ചെറുക്കുന്നു? ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ ഇത് സഹായിച്ചു. ശത്രു എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് എനിമി എന്ന് ആലോചിക്കുക. ആക്രമണം, ഇൻവേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ചാപ്റ്ററിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ, 3ാമത്തെ ക്ലാസ്സിൽ വൊക്കാബുലറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവേഷൻ, ഫോറിൻ ഇൻവേഷൻ. ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ ഡൽഹിയെ സഹായിച്ചത് ആരവല്ലി പർവ്വത നിരയാണ്. അപ്പോ സമതലം കൃഷിക്ക് സഹായകരമായിരുന്നു. ആരവല്ലി പർവ്വതം ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ സഹായിച്ചു. അത് മാത്രമല്ല, അതിനോടൊപ്പം അഡീഷണൽ ഒരു പോയിന്റും കൂടെയുണ്ട്. ഈ പർവ്വത നിരയിലെ കൂറ്റൻ പാറകൾ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് കല്ലുകൾ നൽകി. അപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികൾ, കല്ലുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? ആരവല്ലി പർവ്വത നിരയിൽ നിന്നാണ്. അപ്പോൾ അത് അനുകൂലമായ ഒരു ഘടകമായി മാറി. 3ാമത്തേത് യമുന നദി. യമുന നദിയുടെ ഇൻഫ്ലുവൻസ്. യമുന നദി എങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ജലഗതാഗതം സുഗമമാക്കി. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഡൽഹിക്ക് ജലവിതരണം ഉറപ്പാക്കുകയും ചെയ്തു, അതായത് കുടിവെള്ള സൗകര്യം ലഭ്യമാക്കി. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ട് ഏതൊക്കെ കാര്യങ്ങളുണ്ട്? കുടിവെള്ളം ലഭ്യമായി, ജലഗതാഗത സൗകര്യമുണ്ട്, കൃഷിക്ക് സൗകര്യമുണ്ട്, ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ പർവ്വത നിരയുണ്ട്. അപ്പൊ ഒരു കോട്ട പോലെ, അതല്ല എങ്കിൽ ഒരു വലിയ ഭിത്തി പോലെ, വാൾ, പ്രൊട്ടക്റ്റീവ് വാൾ പോലെ, ഒരു ലെയർ പോലെ ആരവല്ലി പർവ്വത നിര നമ്മളെ സഹായിച്ചു. അതിനോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൂറ്റൻ പാറകൾ
നമുക്ക് ലഭ്യമായി. അപ്പൊ മലയാളം മീഡിയത്തിലെ കുട്ടികൾ ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്നാമത്തെ നമ്പർ കൊടുത്ത് നോട്ടായിട്ട് എഴുതുക. എന്തുകൊണ്ടാണ് ഡൽഹി അധികാര കേന്ദ്രമായി മാറിയത്? ഇല്ലെങ്കിൽ ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിൽ ഈ ചോദ്യം ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക, നല്ല രീതിയിൽ എഴുതി ആ പോയിന്റുകൾ നല്ല രീതിയിൽ പഠിക്കുക. കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പാടായിട്ടുള്ളവർക്ക് കാണാതെ പഠിക്കാം, കൺസെപ്റ്റുകൾ കാണാതെ പഠിക്കാം. ഒന്നാമത്തെ ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ കാണാതെ പഠിക്കുന്ന കുട്ടികൾ ധാരാളം പേരുണ്ട്. അങ്ങനെ പഠിക്കുന്നവർക്ക് പഠിക്കാം തീർച്ചയായും. വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുകയുള്ളൂ, കാണാതെ പഠിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇല്ല എങ്കിൽ ആ മാപ്പ് അങ്ങോട്ട് എടുക്കുക. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പിൽ ഒരു മാപ്പ് കണ്ടായിരുന്നു, ഇന്ത്യയുടെ ഭൂപടം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഭൂപടത്തിലുള്ള 3 ഘടകങ്ങളുടെ പേര് ആലോചിച്ച് വയ്ക്കുക, അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു പർവ്വത നിരയുണ്ടായിരുന്നു. വാട്ട്സ് ദ നെയിം ഓഫ് ദ മൗണ്ടൻ റേഞ്ച്? ആരവല്ലി. ആരവല്ലി മൗണ്ടൻ റേഞ്ച് 2 രീതിയിലാണ് സഹായിച്ചതെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ്? ഹെൽപ്ഡ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻ ഓഫ് എനിമീസ്. ശത്രുക്കളുടെ ഇൻവേഷനെ പ്രതിരോധിച്ചു, തടഞ്ഞു. റെസിസ്റ്റ്. ഇറ്റ് ബ്ലോക്ക്ഡ് എന്ന വാക്ക് എഴുത്, കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ബ്ലോക്ക് ദ ഇൻവേഷൻ ഓഫ് എനിമീസ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉചിതമായിട്ടുള്ള പദങ്ങൾ അനുയോജ്യമായ രീതിയിൽ എഴുതി ചേർക്കാവുന്നതാണ്. ആൻഡ് ദ മാസീവ് റോക്സ് ഓഫ് ദ മൗണ്ടൻ റേഞ്ച് സപ്ലൈഡ് ദ സ്റ്റോൺസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിംഗ്സ്. ദ മൗണ്ടൻ റേഞ്ച് സപ്ലൈഡ് ദ സ്റ്റോൺസ് എന്ന് മാത്രം എഴുതിയാലും മതിയാകും. മൗണ്ടൻ റേഞ്ച് റെസിസ്റ്റ് ദ ഇൻവേഷൻ എന്ന വാക്ക്, ഈ ഒരു വാക്ക് മാത്രം കാണാതെ പഠിച്ചാലും മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. റെസിസ്റ്റ് ദ ഇൻവേഷൻ, അതിനോടൊപ്പം സപ്ലൈഡ് ദ സ്റ്റോൺസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിംഗ്സ്. ഇത് എഴുതുമ്പം ആരവല്ലി പർവ്വതമായി, അതിന്റെ കൺസെപ്റ്റായി 2 പോയിന്റ് അവിടെ തീർന്നു. ഇനി ഇവിടുന്ന് ഇങ്ങനെ സമതലമുണ്ട്, പ്ലെയിൻ ഉണ്ട്. സ്പെല്ലിംഗ് നോക്കണം, പ്ലെയിനിന്റെ സ്പെല്ലിംഗ് PLAIN ആണ് പ്ലെയിൻ, PLANE അല്ല. PLANE പ്ലെയിൻ പറന്നു പോകും. ഇത് IN ആണ് പ്ലെയിൻ. ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ, കൃഷിക്ക് അനുയോജ്യം. പ്ലെയിൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴേ ആലോചിക്കുക സമതലമാണ്, കൃഷിക്ക് അനുയോജ്യമാണ്. സൂട്ടബിൾ ടു അഗ്രികൾച്ചർ, ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. ഫെർട്ടൈൽ റീജിയൻ 2 പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ ഫെർട്ടൈൽ റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് സ്വന്തം സെന്റൻസിൽ സ്റ്റേറ്റ്മെന്റിൽ എഴുതാൻ സാധിക്കും. മൂന്നാമത്തേത് യമുന. യമുന റിവർ, it is very useful for water transportation and it ensured water supply for Delhi. ഇറിഗേഷൻ, അതിനോടൊപ്പം ഡ്രിങ്കിങ് വാട്ടർ തുടങ്ങിയ പർപ്പസുകൾക്കായിട്ട് യമുന നദിയിലെ ജലം ഉപയോഗിക്കപ്പെട്ടു. അതിനോടൊപ്പം ജലഗതാഗത സൗകര്യവും ഏതൊരുക്കി? യമുന നദി ഒരുക്കി. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് വായിച്ച് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ കൺസെപ്റ്റിൽ പറഞ്ഞത്. നിങ്ങൾ ആ പോയിന്റുകൾ എടുത്തതിന് ശേഷം പുസ്തകം ഒന്ന് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് വീണ്ടും അറിയാത്ത വാക്കുകൾ ഉണ്ടാവുമല്ലോ, റൗണ്ട് ചെയ്യുക. നമ്മുടെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലെ വാക്കുകളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇനി കിട്ടാത്തവർക്ക് ഏതെങ്കിലും വീഡിയോയുടെ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ചാനൽ ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ അതിന്റെ വാക്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകളും അതിനനുസരിച്ച് നൽകുന്നതാണ്. ഓക്കെ, വായിച്ചു നോക്കുക. തൊട്ടടുത്ത ഭാഗമായിട്ട് എന്റെ തൊട്ട് താഴെ ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ, അധികാര കേന്ദ്രമായി മാറുന്നു എന്ന് പറഞ്ഞ ആരൊക്കെയാണ് അധികാരത്തിൽ വരുന്നതെന്ന് പഠിക്കും. അത് നമ്മൾ 5ാമത്തെ ക്ലാസ്സിൽ, തൊട്ടടുത്ത ക്ലാസ്സിൽ നാളെ പഠിക്കും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാര് എഴുതേണ്ട ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് വെയർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് ദ സെന്റർ ഓഫ് ദെയർ പവർ? എന്തെല്ലാം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അവിടുത്തെ ഭരണാധികാരികളെ ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കാൻ സ്വാധീനിച്ചത്? എന്നിട്ട് ആ തൊട്ട് മുമ്പത്തെ പേജിലുണ്ടായിരുന്ന 3 പോയിന്റുകൾ എഴുതുക. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഓർത്തിരിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയും. ആദ്യത്തേത് പ്ലെയിൻ. എന്ത് പ്ലെയിൻ? ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏത് വാക്ക് ഉദ്ദേശിക്കും? അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ആണെങ്കിൽ ഏത് ലാൻഡിൽ? ഫെർട്ടൈൽ ലാൻഡിൽ. ഫെർട്ടൈൽ ലാൻഡ്, അഗ്രികൾച്ചർ അനുയോജ്യം. എഴുതി പിടിപ്പിക്കാം. രണ്ടാമത്തേത് ആരവല്ലി മൗണ്ടൻ റേഞ്ച്. ആരവല്ലിക്ക് 2 യൂസസ് ആണ്. എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്, എനിമീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ഇറ്റ് റെസിസ്റ്റ് ദ ഇൻവേഷൻ ഫ്രം എനിമീസ് എന്നുള്ള വാക്ക്, അതേ വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാം. ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം എനിമീസ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ്, നൽകി. ഇറ്റ് പ്രൊവൈഡ്സ് റോക്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് മോണുമെന്റ്സ്,
ആൻഡ് ഫോർട്സ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കല്ലുകൾ നൽകി. ഏറ്റവും അവസാനത്തത് യമുന റിവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള പോയിന്റും അതിനോടൊപ്പം ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളും സപ്ലൈ ഓഫ് വാട്ടർ ഉത്തരമായിട്ട് എഴുതി ചേർക്കാവുന്നതാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ എന്ന് പറയുന്ന തൊട്ടടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടിച്ചാം. എല്ലാവരും നോട്ടുകൾ എഴുതി വൃത്തിയായി പോവുക. നല്ല രീതിയിൽ ഇപ്പോഴേ ഒരു ചോദ്യം, ഒരു ദിവസം ഒരു ചോദ്യം, അതിന്റെ കൂടുതൽ കാര്യങ്ങളില്ല. ഒരു ഭാഗം ജസ്റ്റ് വായിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ അടിത്തറയൊരുങ്ങി പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.